ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് വന്നത് ചേന കൊണ്ടുള്ള മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളതെല്ലാം ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോവാം. എല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ. അപ്പോൾ നമുക്ക് ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാനാണ്. ആദ്യം നമുക്ക് ഈ ചേന എങ്ങനെയാണ് കട്ട് ചെയ്ത് ഇത് മെഴുക്കുവരട്ടിക്ക് പാകത്തിന് കട്ട് ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാമേ. ചേന എല്ലാവരും ഇങ്ങനെ കട്ട് ചെയ്യാനൊന്നും വലിയ താല്പര്യം കാണിക്കില്ല. കാരണം ചേന കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ കയ്യിലിങ്ങനെ ചൊറിയാനൊക്കെ തുടങ്ങും. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടിട്ട് ആരും ഈ ചേന ഇങ്ങനെ കട്ട് ചെയ്യാനും കറി വയ്ക്കാനും കൂടുതൽ അങ്ങനെ ഒരു വലിയ താല്പര്യം കാണിക്കില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ചേനയുടെ ഒരു കഷ്ണം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളേ. ബാക്കി ഒന്ന് മാറ്റി വയ്ക്കുവാണേ. ഇത് മതി നമുക്ക്. അതുകൊണ്ടിട്ടാണ് ഇതിൻ്റെ പുറമേ ഉള്ളത് ഇങ്ങനെ ചെത്തി മാറ്റണം. ഇതുപോലെ ഇതിൻ്റെ കണ്ടോ പുറമേ ഉള്ള ഈ തോട് ഇങ്ങനെ ചെത്തിക്കളയണം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ തോട് മൊത്തം ഇങ്ങനെ ചെത്തിക്കളയണം. ഇത് കണ്ടിട്ട് ചേനയൊക്കെ വീട്ടിൽ ഉള്ളവരും അതുമാത്രമല്ല പച്ചക്കറിയിൽ കൂടെയൊക്കെ നമുക്ക് ചേന കിട്ടുമല്ലോ. മറ്റുള്ള ചില ആൾക്കാർ അത് ഉപയോഗിക്കില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കയ്യിലൊക്കെ ഇങ്ങനെ ചൊറിയുന്നതൊക്കെ കൊണ്ടിട്ടേ. പക്ഷെ അത് നല്ലതാണ് കേട്ടോ. ഈ ചേന മെഴുക്ക് പുരട്ടാനും അവിയലിലൊക്കെ ചേന ഇട്ടാലേ അതിൻ്റെ ഒരു അവിയലിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിത് ഇതാകണ്ടോ, അതിൻ്റെ പുറമേ ഉള്ളതെല്ലാം ചെത്തി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാമേ. അപ്പോൾ നമുക്ക് മെഴുക്ക് പുരട്ടിക്ക് വേണ്ടുന്ന രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇതുപോലെ കഷ്ണങ്ങളാക്കി ആദ്യം കട്ട് ചെയ്തിടണം. അതിനുശേഷം ഇതേപോലെ കട്ട് ചെയ്യണം. എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ചേന നന്നായിട്ട് വെന്ത് വരണം. വെന്തില്ലെങ്കിലും കഴിക്കുമ്പോൾ ഇങ്ങനെ ചൊറിയും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അത് നല്ലതാണ്. നല്ല മെഴുക്ക് പുരട്ടിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷമേ ഇത് കഴുകാൻ പാടുള്ളൂ. അത് മുന്നേ കഴുകിയ വെള്ളത്തിൻ്റെ അംശമൊക്കെ നമ്മളെ കയ്യിൽ പറ്റുമ്പോൾ നമ്മളെ കൈയൊക്കെ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങും. അതുകൊണ്ടിട്ട് ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം വേണം ഇത് കഴുകിയെടുക്കാൻ.
നമുക്ക് ഈ ചേന മെഴുക്ക് പുരട്ടിക്ക് 2 സവോളയും എടുത്തിട്ടുണ്ട്, 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് മെഴുക്ക് പുരട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. കടുകിട്ട് കൊടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലവണ്ണം പൊട്ടട്ടെ. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാവേ. വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. ഇത് കുറച്ചൊന്ന് വഴണ്ട് വരണം. ഈ സവോള ഈ പച്ചമുളക് വഴണ്ട് വന്നതിന് ശേഷമേ നമുക്ക് ചേന ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ചേന കുറച്ച് ആവി വരുമ്പോൾ അതൊന്ന് വെന്ത് വന്നോളും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വഴട്ടിയെടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവോള വേഗം വഴണ്ട് വരും. അതുകൊണ്ടിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണേ. ഇത് നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ വേഗം ഇതൊന്ന് വഴണ്ടി വരും. സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. നല്ല ടേസ്റ്റാണിത്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഇതൊക്കെ. അപ്പോൾ നമുക്കിതിൽ ചേന ഇട്ട് കൊടുക്കാം. ചേന ഇട്ടതിന് ശേഷം ഇത് ഈ സവോളയായിട്ടൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കും. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കണേ. ഇതിൻ്റെ ആവിയിൽ ഈ ചേന ഒന്ന് വെന്ത് പാകമായി വരും.
നമ്മുടെ ചേന വെന്ത് പാകമായി വരുന്ന സമയം കൊണ്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമേ. ഇതെന്താണെന്ന് കണ്ടോ, ഇത് കറിവേപ്പിലയാണ്. ഞാനിത് നന്നായിട്ട് കഴുകി ഈ ടെന്നിലാക്കി ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. എന്നിട്ട് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളല്ലാതെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കേടായി പോകും. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കൂട്ടുകാരെ? നിങ്ങളെ കമൻറ്റിലൂടെയൊക്കെ വിശേഷങ്ങളൊക്കെ അറിയിക്കണേ. എൻ്റെ പാചകങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളൊക്കെ അതുപോലൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യണേ. പിന്നെന്താ, അപ്പോൾ നമുക്ക് നമ്മുടെ ചേന എന്തോന്നൊന്ന് നോക്കാം. എല്ലാവരും ഇത് നമുക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് തിളപ്പിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഇതിൽ ഈ വെള്ളത്തിൽ കിടന്ന് ഈ ചേന നന്നായിട്ട് വെന്ത് പാകമാവണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ചിട്ടാൽ മതി. ഉപ്പ് നോക്കിയതിന് ശേഷം, പാകമായതിനു ശേഷം ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വയ്ക്കാം. നമ്മുടെ ചേന മെഴുക്ക് പുരട്ടി ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. ഇതിൽ പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി അതും ഒരു 1/4 ടീസ്പൂൺ മതിയേ. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പെല്ലാം നല്ല പാകത്തിനുണ്ടേ. ഉപ്പ് നോക്കിയായിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതവിടേക്ക് പാകമായി വരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തരാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചേന മെഴുക്ക് പുരട്ടി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതെടുത്ത് കഴിച്ചോളൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണ് പറയുന്നത്. എൻ്റെ സ്നേഹവും കൂടെ കലർത്തിയിട്ടാണ് ഞാൻ ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും എടുത്ത് കഴിച്ചോളൂ. എന്നിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ടാറ്റാ കൂട്ടുകാരെ. ഞാൻ ചേന മെഴുക്ക് പുരട്ടിയത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ കണ്ട, ഇഷ്ടമായോ നിങ്ങൾക്കൊക്കെ? അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിച്ച് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഉണ്ട്.
നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ചേന ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ ഉള്ള മടി കൊണ്ടിട്ടാണ് എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കാൻ മടിക്കുന്നത്. അങ്ങനെ മടിക്കേണ്ട കാര്യമില്ല. ചേന ഇങ്ങനെ കട്ട് ചെയ്ത് വെള്ളം തൊടാതെ വേണം ഇത് അതിൻ്റെ തൊലി കളയാനും അത് കട്ട് ചെയ്തെടുക്കാനും ഒക്കെ. അത് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടത് കഴുകണം. 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം. അതിൽ അഴുക്കെല്ലാം പോകുന്ന രീതിയിൽ കഴുകണം. കഴുകിയതിന് ശേഷം നമ്മൾ പാത്രം കഴുകുന്ന സോപ്പോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് കൈ നന്നായിട്ട് തേച്ച് കഴുകണം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇങ്ങനെ കയ്യിൽ ആ ചൊറി അങ്ങനെയൊന്നും ചൊറിയൊന്നുമില്ല, പിന്നെ കുഴപ്പമില്ല. അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് കയ്യിൽ ഇങ്ങനെ ചൊറിയൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു മെഴുക്ക് പുരട്ടിയാണേ. വീണ്ടും വീണ്ടും അത് കഴിക്കാൻ തോന്നുന്നു, അതുകൊണ്ടിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറയുന്നതിന് മുന്നേ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ.